എല്ലാവർക്കും നമസ്കാരം. സുരേഷ് പുലിക്കലാണ് കണ്ണമ്പ്ര വാർത്തകൾക്ക് വേണ്ടി. ഇന്ന് അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ തരൂർ നിയോജക മണ്ഡലം ഇത്തവണ അതിഗംഭീരമായ ഇലക്ഷൻ ചൂടിലാണ്. നമുക്കറിയാം, അതിശക്തമായ മത്സരമാണ് ഇത്തവണ തരൂരിൽ നടക്കുക എന്നാണ് പൊതുവേ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം. കാരണം നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നിലവിലെ രാഷ്ട്രീയ നിലപാടുകൾ മാത്രമല്ല, പുതുതായി തരൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന KGOയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ശ്രീ സുബ്രഹ്മണ്യൻ അവരുടെ സാന്നിധ്യം, ഇതൊക്കെ നിലവിലെ തരൂരിലെ കോൺഗ്രസിന് വലിയ ഉണർവ് നൽകിയിട്ടുണ്ട്. ഇന്ന് പുതുക്കോട് പഞ്ചായത്തിൻ്റെ പുതുക്കോട് മണ്ഡലം കമ്മിറ്റി കോൺഗ്രസും അതുപോലെ തന്നെ തരൂർ UDFിൻ്റെ മണ്ഡലം കമ്മിറ്റിയും ഒത്തുചേർന്നുകൊണ്ട് പുതുക്കോട് MC പാലസിൽ വെച്ചൊരു നോമ്പുതുറ സംഘടിപ്പിച്ചിരുന്നു, ഇഫ്താർ പാർട്ടി. തുടക്കത്തിലൊരു 6 മണിക്കൊക്കെ ആകുമ്പോൾ വളരെ കുറച്ച് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇത്രയും കുറച്ച് ആളുകളെ ഉള്ളൂ എന്ന് കരുതിയിരുന്നിടത്തുനിന്ന് ഒരു 6:30 നോമ്പ് തുറക്കേണ്ട സമയമാകുമ്പോഴേക്കും പുതുക്കോട് മുഴുവനും MC പാലസിൻ്റെ മുറ്റത്തേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് നമ്മൾ ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഒരു 25ഓളം പൊറാരിയുടെ നെയ്ച്ചോറും അതുപോലെ തന്നെയുള്ള ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. ഒപ്പം വിഭവസമൃദ്ധമായ നോമ്പ് തുറയ്ക്ക് വേണ്ടുന്ന ഐറ്റംസും അവിടെ ഒരുക്കിയിരുന്നു. വന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുത്തുകൊണ്ട് UDFിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ ഇഫ്താർ അതിഗംഭീര വിജയമായിരുന്നു പറയാതെ വയ്യ. വന്നവരും പോയവരും എല്ലാം കഴിച്ച് എല്ലാവരോടും തൃപ്തിപ്പെടുത്തി ഏറ്റവും ഒടുവിലത്തെ പന്തിയിൽ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ സുബ്രഹ്മണ്യേട്ടനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും നമ്മുടെ പാളയം പ്രദീപ് ഉൾപ്പെടെയുള്ള മണ്ഡലം കോൺഗ്രസിലെ നേതാക്കൾ, തരൂരിലെ നേതാക്കൾ, അതുപോലെ തന്നെ ശ്രീ മനോജേട്ടൻ, അതുപോലെ തന്നെ അങ്ങനെ കോൺഗ്രസിൻ്റെ സമ്മേളിതരായിട്ടുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും ആ പരിപാടിയിൽ സജീവ സാന്നിധ്യമായിരുന്നു. അതായത് ഒരു നാടൊന്നിച്ച് ഒറ്റക്കെട്ടായി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇന്നത്തെ ഈ ഇഫ്താർ മീറ്റിൽ ഞാൻ കണ്ടത്. ഏതാണ്ട് 6:30 തന്നെ മറ്റു ചടങ്ങുകളൊന്നുമില്ലാതെ, ഒരു തരത്തിലുള്ള പരിചയപ്പെടുത്തലുകളോ മറ്റൊന്നും തരത്തിലുള്ള പ്രസംഗ മത്സരങ്ങളോ ഒന്നുമില്ലാതെ നേരിട്ട് നോമ്പ് തുറയിലേക്ക് കടക്കുകയായിരുന്നു. പൊതുവേ മുസ്ലിം ഭൂരിപക്ഷമായ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നോമ്പ് തുറകളിലൊക്കെ നല്ല നിറസാന്നിധ്യമായിരിക്കും. എങ്കിൽ പോലും UDFിൻ്റെ തരൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പങ്കെടുപ്പിച്ച ഈ പരിപാടിയിലേക്കുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തം, അത് വരാനിരിക്കുന്ന രാഷ്ട്രീയ ചിത്രം കൂടി വിളിച്ചോതുന്നതാണ്. ഈ കഴിഞ്ഞ 40 വർഷങ്ങൾക്കിടയിൽ ഇതുവരെയായും നിറം മാറാത്ത, ചുമരുകൾ മാറാത്ത, കളർ മാറാത്ത തരൂര് ഇത്തവണ ഒന്ന് മാറി ചിന്തിക്കുമെന്നതൊക്കെയാണ് ഈ ഒരു കാഴ്ചകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആളുകൾക്ക് കോൺഗ്രസിനോടും ഈ പാർട്ടിയോടും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോടും ഒക്കെയുള്ള അമിതമായ ഒരു സ്നേഹവും വാത്സല്യവും കൂടി വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അലയലികൾ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും കാണുന്നുണ്ട്. തരൂരിലും സ്വാഭാവികമായും അതിൻ്റെ രണ്ടെണ്ണങ്ങൾ നമ്മൾ കാണുന്നു എന്നതാണ് ഈ കാഴ്ചകളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ജാതി മത ഭേദമന്യേ ഒരൊറ്റ വികാരമായി കോൺഗ്രസിനെ മനസ്സിലേറ്റി നടക്കുന്ന ആളുകൾ ഇത്തവണ MC പാലസിൽ പുതുക്കോടിൻ്റെ ഈ ഒരു ഹൃദയഭാഗത്ത് ഒത്തുചേർന്ന് അന്യമതസ്ഥൻ്റെ നോമ്പുതുറയെ അതിമനോഹരമായ ചടങ്ങാക്കി മാറ്റി ഒന്നിച്ചു നിന്ന് ആഘോഷിക്കുമ്പോൾ അത് വിളിച്ചോന്നൊരു മതേതരത്വത്തിൻ്റെ വലിയ കഥയോടി ബാക്കിയാവാം. പുതുക്കോട് എപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. പുതുക്കോടിൻ്റെ മണ്ണിൽ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയാണ്. എല്ലാവരുടെയും എല്ലാതരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാതരം ആരാധനാ രീതികളും ഒക്കെ അനുവർത്തിക്കുന്നതിന് ഒന്നിച്ചു നിന്ന് പോരാടുന്ന ഒരു ജനതയാണ് പുതുക്കോടിൻ്റേത്. അതുതന്നെയാണ് ഈ നിലവിലുള്ള ഈ ഇഫ്താർ പരിപാടിയുടെ അല്ലെങ്കിൽ ഇഫ്താർ പരിപാടിയുടെ ഏറ്റവും വലിയ മഹോന്നതമായൊരു കാഴ്ചയായി നമ്മൾ കണ്ടത്. ശ്രീ KC സുബ്രഹ്മണ്യൻ, അതുപോലെ ശ്രീ മനോജ്, ദില്ലി ബ്ലോക്ക് പ്രസിഡന്റ് ദിലീപ്, പാളയം പ്രദീപ്, അതുപോലെ തന്നെ പുതുക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളായിട്ടുള്ള ശ്രീ നമ്മുടെ ഹനീഫണ്ണൻ, അതുപോലെ PA ഇസ്മായിലിക്ക, അതുപോലെ പുതുക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K ഉദയൻ, അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിക്കും മുഴുവൻ കണ്ണമ്പ്ര വാർത്തകളുടെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മൾ നേടുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു സ്ലോഗൻ ഒരിക്കൽ കൂടി ഇവിടെ അന്വർത്ഥമാവുകയാണ്. ഇങ്ങനെയാണ് തരൂരിലെ യാത്രയെങ്കിൽ ഇത്തവണ ചരിത്രം തിരുത്തുക തന്നെ ചെയ്യും. ഇത്തവണ ഒരു പക്ഷേ ഈ നിറം മാറാതിരിക്കാൻ വഴിയില്ല.